ഇതെൻ്റെ അപ്പം ഇന്ന് കുറച്ച് ചേമ്പ് പുഴുങ്ങാം, കാന്താരി ചമ്മന്തി ഉണ്ടാക്കാം. ഇത് ഇവിടെ ഉണ്ടായതൊന്നുമല്ല കേട്ടോ, പൈസ കൊടുത്ത് വാങ്ങിച്ചതാണേ. അപ്പോൾ ഇന്ന് കുറച്ച് ചേമ്പ് പുഴുങ്ങൽ പരിപാടിയാണോ. അതെൻ്റെ നമ്മുടെ ചേമ്പെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് വേവിച്ചെടുത്തിട്ട് വരാവേ. അതെൻ്റെ കാന്താരി ചമ്മന്തി ഉണ്ടാക്കാവേ. കാന്താരിയോടുള്ള എൻ്റെ പ്രണയം അവസാനിക്കുന്നില്ല. പക്ഷേ ഇത് തീർന്നു കഴിയുമ്പോൾ പ്രണയം തീരും കേട്ടോ. പാത്രം കാര്യമായേ. കാന്താരിയുടെ തൈ ആകെ പഴുത്ത് കുരഞ്ഞ് നിൽക്കുന്നു. എല്ലാവരും പറയുന്നു കാട്ടി പിടിക്കുന്ന സാധനമാണ്. നമ്മളിവിടെ ഓമനിച്ച് പുന്നാരിച്ച് എല്ലാം ചെയ്തിട്ട് അത് മൊത്തം പോയി. കുറച്ച് ഉള്ളി കൂടി ചതച്ചെടുക്കാം. ഇതിലേക്ക് ഒരു നുള്ള് പുളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇന്നത്തെ ചമ്മന്തി ഒരു സ്പെഷ്യലാണ്. നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇനി അതിലേക്ക് ഒരു നുള്ളു പഞ്ചസാര, ഒറ്റ നുള്ളു പഞ്ചസാര. അപ്പോൾ പുളിയും എരിവും മധുരവും എല്ലാം കൂടി ചേരാൻ നേരത്തുള്ള ഒരു ടേസ്റ്റിൽ ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ അതെൻ്റെ ചമ്മന്തി സെറ്റായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കേട്ടോ. വെളിച്ചെണ്ണയുടെ വിലയൊന്നും നോക്കില്ല, ഞാൻ കൊടുക്കും അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും. എന്താ ഇത് ഇങ്ങനെ ഒരു ചമ്മന്തി നിങ്ങൾ ജീവിതത്തിൽ കഴിച്ചിട്ടുണ്ടാവില്ല. ഉണ്ടാക്കി നോക്കണേ. ഇപ്പോൾ നമ്മുടെ ചേമ്പ് സെറ്റായിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. കാന്താരി ചമ്മന്തി കൂടി ഇട്ട് കഴിക്കാൻ പറയും.